വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് 2029ലേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ബി.ജെ.പി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നേടിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ ലോക്സഭാ രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ ബി.ജെ.പി. വൻ തന്ത്ര പദ്ധതിയുമായി രംഗത്ത് വരുന്നത്. മിഷൻ 2029 എന്ന പേരിൽ ഔദ്യോഗികമായി തന്നെ ആരംഭിച്ച പുതിയ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമായി നിലവിലെ വോട്ട് ബാങ്കിന് പുറമെ 30 ലക്ഷം പുതിയ വോട്ടുകൾ സമാഹരിക്കുകയാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. ഓർക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30-ന് സമമായ 3 ശക്തികൾ ഉള്ളപ്പോഴാണ് ഇപ്പോൾ വീണ്ടും തങ്ങളുടെ അംഗബലം കൂട്ടാനുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ബി.ജെ.പി. തയ്യാറാക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒന്നിലധികം ലോക്സഭാ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുമിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി തന്നെ പാർട്ടിക്കുള്ളിൽ കർശന അച്ചടക്കവും പ്രകടന വിലയിരുത്തലും നടപ്പാക്കാനാണ് തീരുമാനം. ഏരിയ ജനറൽ സെക്രട്ടറി മുതൽ മുകളിലുള്ള എല്ലാ ഭാരവാഹികൾക്കും 24 മണിക്കൂർ നിർബന്ധിത റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കും. അതേപോലെ തന്നെ നേതാക്കളുടെ പ്രവർത്തനക്ഷമത, സംഘടനാ ഇടപെടൽ, പൊതുപ്രവർത്തനം എന്നിവ സരൽ ആപ്പ് വഴി തന്നെ ഡിജിറ്റലായി തന്നെ വിലയിരുത്തും. ഇതിനോടൊപ്പം തന്നെ 72 പേജുള്ള പ്രത്യേക മാർഗനിർദ്ദേശ പുസ്തകവും പ്രവർത്തകർക്കായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മാറുന്ന രാഷ്ട്രീയ സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. താഴെ തട്ടിലെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പുതിയ സാമൂഹിക വിഭാഗങ്ങളിലേക്ക് സ്വാധീനം വ്യാപിപ്പിക്കുകയും 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമായ രാഷ്ട്രീയ അടിത്തറ ഒരുക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് പോരാട്ടം നേരത്തെ തന്നെ തുടങ്ങും. മിഷൻ 2029 വിജയിക്കുമോ അതോ എതിരാളികൾ തിരിച്ചടിക്കുമോ എന്നതും ഒരു ചോദ്യമാണ്. എങ്കിൽ പോലും ബി.ജെ.പി. ആകട്ടെ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടിയിൽ ശക്തമായ നേതൃഗുണമുള്ളവരെ കണ്ടെത്തുന്നതിനും താഴെത്തട്ടിൽ അവിടെയുള്ള പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി തന്നെ കടുത്ത നിബന്ധനകളാണ് ഇത്തവണ മിഷൻ 2029ന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏരിയ ജനറൽ സെക്രട്ടറി പദവിക്ക് മുകളിലുള്ള എല്ലാ ഭാരവാഹികളുമായി തന്നെ നിർബന്ധിത 24 മണിക്കൂർ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ നേതാക്കളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നൈപുണ്യവും കൃത്യമായി തന്നെ വിലയിരുത്തുന്നതിനായി തന്നെയാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി തന്നെ ഓരോ ബൂത്ത്, മണ്ഡലം, ജില്ലാ തലങ്ങളിലും എല്ലാ മാസവും ചുരുങ്ങിയത് ഒരു രാഷ്ട്രീയ പരിപാടിയെങ്കിലും നിർബന്ധമായും സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. ആഭ്യന്തര സർക്കുലറിലൂടെയാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി സംഘത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ശക്തമായ നിലപാടുകൾ രാഷ്ട്രീയമായി തന്നെ ഗുണം ചെയ്യുമെന്നതാണ് പാർട്ടിയുടെ ആഭ്യന്തര വിലയിരുത്തൽ. OIC ക്രൈസ്തവ വോട്ടർമാർക്കിടയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ട് വോട്ട് വിഹിതം 30% ഉയർത്താനാണ് ഇപ്പോൾ മിഷൻ 2029 തന്നെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ബി.ജെ.പി. കേരളത്തിൽ ഒരു അടിത്തറ ഇപ്പോൾ പാകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം വിവിധ ഇടങ്ങളിലായി തന്നെ ബി.ജെ.പിക്ക് താമര വിരിയിക്കാൻ സാധിക്കുകയും ബി.ജെ.പി. ആകട്ടെ ശക്തമായൊരു മുന്നേറ്റം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കാഴ്ചവെച്ചിരുന്നു. ഇടത് സർക്കാരിന്റെ കോട്ടകൾ പോലും അവരുടെ അടിത്തറ പോലും ഇളക്കിക്കൊണ്ടുള്ള ശക്തമായ പോരാട്ടം അല്ലെങ്കിൽ മുന്നേറ്റം തന്നെയായിരുന്നു കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ബി.ജെ.പി. കാഴ്ചവെച്ചത്. ഇതോടുകൂടി തന്നെ ബി.ജെ.പിക്ക് ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ ശക്തമായ ഒരു അടിത്തറ പാകാൻ ഇനിയും സാധിക്കും, അല്ലെങ്കിൽ ഇനിയും ബി.ജെ.പി. ഇവിടെ താമര വിരിയിക്കുമെന്ന ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.